പ്രിയമുള്ളവരെ, ഇന്ന് വീണ്ടും ഒരു സുദിനം നമ്മുടെ മുന്നിൽ സമാഗതമായിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, നമുക്കെല്ലാം ഇഷ്ടമുള്ള കാര്യമുണ്ട്, ഇഷ്ടമല്ലാത്ത കാര്യങ്ങളുണ്ട്. കാരണം പലപ്പോഴും നമ്മളെ ഇടയുന്നത് നമ്മളെ കൂടെയുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് എതിരാവുമ്പോഴാണ്. കാരണം നമ്മളിഷ്ടം പോലെ തന്നെ അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ടാവും. ഇവിടെയാണ് നമ്മൾ ചെറിയൊരു പൊരുത്തം, പരിഗണന. കാരണം ഇപ്പം നമുക്ക് ഉള്ളതെല്ലാം അവർക്കും ഇഷ്ടപ്പെടണം നിയമമൊന്നുമില്ലല്ലോ. ഓരോ വ്യക്തിക്കും അവരവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങളും സ്വതാല്പര്യങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടാവും, അഭിപ്രായങ്ങളുണ്ടാവും. ഇതിനെ മാനിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് നീങ്ങാം? ഈ ഒരു അവബോധം നമുക്കില്ലേ, ജീവിതം എപ്പോഴും സങ്കീർണമാവും, സംഘർഷമാവും, അങ്ങനെ തെറ്റിപ്പിരിയും മനുഷ്യർ. ചെറിയ ചെറിയ കാര്യങ്ങൾ വേണ്ടിയല്ലേ ഇന്ന് എത്രയോ പേർ അകന്നിരിക്കുന്നത്. ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ചെറിയ സംശയങ്ങൾ, നുണകളൊക്കെ കേട്ട് മനുഷ്യനിങ്ങനെ പല രീതിയിലും പെട്ടുപോകുന്നുണ്ട്. ഇതൊക്കെ വിഷമാണ്. ആരോ എന്തൊക്കെയോ പറയും, അതൊക്കെ ഉടനെ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും. യാഥാർത്ഥ്യം പലപ്പോഴും മറഞ്ഞിരിക്കുന്നുണ്ടാവാം. ഇതറിയുമ്പോഴേക്ക് വൈകി ജീവിതമേ എവിടെ എത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ഒരേ ഒരു കാര്യം ചെയ്യാനുള്ളത്, ജീവിച്ചിരിക്കുമ്പോൾ ഈ ഒരു വൈവിധ്യവും വൈരുദ്ധ്യവും എപ്പോഴും ഉണ്ടായിരിക്കും വ്യക്തികളിൽ. അത് നമ്മളെ ഭാര്യ ആവട്ടെ, മക്കളാവട്ടെ, ആരാവട്ടെ, ഗുരുനാഥന്മാരാവട്ടെ. നമുക്കറിയാം, നമുക്ക് ഇഷ്ടമില്ലാത്തവരെയും നമ്മൾ ഇഷ്ടപ്പെടേണ്ട ചില സാഹചര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു ടീച്ചർ എത്രയോ പേർക്ക് ക്ലാസ് എടുക്കണം. അതിലെല്ലാ കുട്ടികളെയും ടീച്ചർക്ക് ഇഷ്ടമായെന്ന് വരില്ല. പക്ഷേ എങ്കിലും നമ്മുടെ യാതൊരു പക്ഷഭേദവും കാണിക്കാൻ പാടില്ല. അവിടെ ഈ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടികളെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നു. അങ്ങനെയാകുമ്പോൾ അവിടെ വിരസതയുണ്ടാവും, മറ്റുള്ള കുട്ടികൾക്ക് നിരാശയുണ്ടാവും. എപ്പോഴും ടീച്ചർ ഒരു കുട്ടിയോട് മാത്രം സംസാരിക്കുന്നു, ചോദ്യം ചോദിക്കുന്നു, അവനെ മാത്രം പരിഗണിക്കുന്നു. അപ്പോൾ മറ്റുള്ള 50 കുട്ടികളുടെ 49 കുട്ടികളുടെ മനസ്സിൽ ഒരു മുറിവുണ്ടാവും, വേദന, അപകർഷതാബോധം. എനിക്കെന്തോ കുറവുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. എല്ലാവരോടും ആ സമഭാവനയിൽ, പ്രത്യേകിച്ച് ടീച്ചിങ് പ്രൊഫഷനിൽ അതില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം ഞാനിത് പറയുന്നത്, ടോട്ടോ ചാൻ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു. അത് കുറേ മുമ്പേ ഞാൻ വായിച്ചതാണ്. അതിൻ്റെ ചെറിയ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ജപ്പാനിലെ ഏതോ ഒരു ലേഡി എഴുതിയാന്ന് തോന്നുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ്. അത് ഏതൊരു ടീച്ചറും അധ്യാപന മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. വെച്ചാൽ ഒരു കുട്ടി ധാരാളം സ്കൂളിൽ കയറി ഇറങ്ങിയിരുന്നു. അവൻ്റെ കുസൃതി, ഓവർ ആക്ഷൻ, അവൻ എവിടെയും അടങ്ങിയിരിക്കില്ല. അങ്ങനെ ആ അമ്മ നിരാശപ്പെട്ട് കുട്ടിയെയും കൂടി അവസാനം ഒരു സ്കൂളിലെത്തുകയാണ്. ആ അധ്യാപകൻ ഈ കുട്ടിയുടെ സൈക്കോളജി അറിയാമായിരുന്നു. ആ കുട്ടിയുടെ താളത്തിനനുസരിച്ച് കുട്ടിയെ സ്നേഹിച്ചുകൊണ്ട്, പരിഗണിച്ചുകൊണ്ട് അവനെ കുട്ടിക്ക് അറിവിൻ്റെ ശകലങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ കുട്ടി സ്ലോലി ആ അധ്യാപകനെ ഇഷ്ടപ്പെടുകയും പ്രണയിക്കുകയും അങ്ങനെ ആ കുട്ടി വളർന്നു വലിയ ആളായി മാറും. ആ കുട്ടി എഴുതിയ ബുക്കാണ് ടോട്ടോ ചാൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഓർമ്മകൾ ശരിയാണെങ്കിൽ തെറ്റുകുറ്റങ്ങളുണ്ടാവാം. പക്ഷേ ഇവിടെയാണ് പരിഗണന. എത്ര മോശം ഒരാളെയും നമുക്ക് വേണമെങ്കിൽ അല്പസ്നേഹം, അല്പം ബഹുമാനം നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് നമ്മുടെ ജീവിതം കൊണ്ട്. നമുക്കറിയാം. പക്ഷെ നമ്മൾ ഈഗോ അതിനെ ഒരിക്കലും സമ്മതിക്കില്ല. വിട്ടുവീഴ്ച മനോഭാവത്തിന് ഒരിക്കലും തയ്യാറാവില്ല. നമ്മൾ ഈ മുതല പിടിച്ചതുപോലെ, ഞാൻ പിടിച്ചത് തന്നെ ശരി, ഞാൻ പറഞ്ഞതന്നെ ശരി, ഞാനാണ് ശരിയായിരിക്കാം. പക്ഷേ മറ്റുള്ളവരുടെ ഭാഗത്ത് ഒരു ശരിയുണ്ടാവും എന്ന് നമ്മൾ പലപ്പോഴും ഒരു അവലോകനം നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ കുടുംബജീവിതമൊക്കെ ഒരുവിധം തട്ടാതെ മുട്ടാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. പലപ്പോഴും ആശയത്തിൻ്റെ പേരിൽ, ഇഷ്ടാനിഷ്ടങ്ങളുടെ പേരിൽ, കാഴ്ചപ്പാടിൻ്റെ പേരിൽ, താല്പര്യത്തിൻ്റെ പേരിലൊക്കെ നമ്മൾ പലപ്പോഴും അറിയാമല്ലോ വിഘടിക്കാറുണ്ട്. ഇവിടെയാണ് നമ്മൾ ക്ഷമയോടുകൂടി അവർക്ക് വേണ്ടിയും നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മളെ ഉള്ളിലുള്ള മനുഷ്യത്വം വളർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ബുദ്ധൻ പറഞ്ഞ കാരുണ്യം വർക്കൗട്ട് ചെയ്യുന്നത്. കാരുണ്യത്തോടുകൂടെ നോക്കിക്കാണുക ലോകത്തെയും ജീവിതത്തെയും നമ്മളെയും. കാരണം ഈ തീരം അങ്ങനെയാണ്. ഇതൊരു യാത്രയാണ് സുഹൃത്തുക്കളെ. ഈ യാത്ര എവിടെ വെച്ച് നിർത്തേണ്ടി വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ
ഈ നിമിഷം നമുക്ക് ശ്രദ്ധയോടുകൂടി, പരസ്പര സ്നേഹത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, സമർപ്പണ ഭാവത്തിൽ വിനയാന്വിതനായി, ആരോ എന്തോ ആവട്ടെ, നമ്മൾ ചില സമയം പല അറിവും കഴിവുകളൊക്കെ ഉള്ളവരുണ്ടാകാം, പക്ഷെ അതൊന്നൊരു അഹംബോധമായി പ്രവർത്തിക്കാതെ ആ ഒരു സമത്വബോധം, ഒരു ജീവകാരുണ്യം, സഹജീവികളെയും നമ്മൾ പരിഗണിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും കഴിയുമാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.